അങ്ങനെ 2 ദിവസമായി സിനിമാ മേഖലയിൽ ആരോപണ വിധേയരായിട്ടുള്ള സിനിമാ നടന്മാരെല്ലാം മാധ്യമങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മാധ്യമങ്ങളുടെ കയ്യിൽ അകപ്പെടുക എന്ന് പറയുന്നതാണ് കിട്ടാനുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഇല്ലാതാക്കി കളയാൻ മാധ്യമങ്ങൾ മതി സത്യത്തിൽ. അപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പം PV അൻവർ MLA യും സുജിത് ദാസ് എന്ന് പറയുന്ന SP യും നമ്മുടെ ADGP അജിത് കുമാറും പിന്നെ ശശി എന്ന് പറയുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയും ഇവരുടെ ഒരു ലോകമാണിപ്പം മാധ്യമം എന്ന് പറയുന്നത് കേട്ടോ. മാധ്യമ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ ഇവരാണ്. PV അൻവർ MLA കുറേ തെളിവുകളായിട്ട് വരുന്നു, മാധ്യമങ്ങൾ അതിൻ്റെ പുറകെ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് അജിത് കുമാർ കവടിയാർ പാലസിന് പുറകിൽ ഒരു കൊട്ടാരം പോലത്തെ വീട് പണിയുന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടുന്നു. അപ്പോൾ തന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് ഓടുന്നു. അങ്ങനെ സിനിമാക്കാർ മൊത്തത്തിൽ ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിനിടയിൽ കുറേ പേര് ജാമ്യ ഹർജിക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ എങ്ങാണ്ടാണ് സിദ്ദീഖൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ 10-14 ദിവസം അകത്ത് പോയി കിടക്കേണ്ട ഒരു വകുപ്പുണ്ട്. പിന്നെ MLAക്ക് നമ്മുടെ MLA 3-ാം തീയതി, ഇന്നിപ്പോൾ 2 അല്ലേ, അല്ല ഇന്നലെ 2, ഇന്ന് 3, ഇന്ന് നമ്മുടെ മുകേഷ് കുമാർ MLA അല്ല, മുകേഷ് MLAയുടെ വിധി അറിയാം. മുൻകൂർ ജാമ്യം കിട്ടും, അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു ഇത് ഈ 3-ാം തീയതി വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 3 ആണോ 5 ആണോ 3 ആണെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ ഇന്നത്തോടുകൂടി അതറിയാം. അപ്പം MLAനെ എങ്ങാനും അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ വാർത്താക്കാർക്ക് ഇപ്പം അതൊരു വാർത്തയായി. അപ്പോഴത്തേനും അജിത് കുമാറിൻ്റെ കേസൊക്കെ വിടും, അൻവർ MLAൻ്റെ കേസ് വിടും. അപ്പം ആൾക്കാർക്കും അത് തന്നെയാണ് ഇഷ്ടം. ഹോട്ട് ടോപ്പിക്കുകളിലേക്ക് പോകാനാണ് ആൾക്കാർക്കും ഇഷ്ടം. ആൾക്കാരെ അങ്ങനെ കൊണ്ടുപോകാനാണ് മാധ്യമപ്രവർത്തകർക്കും ഇഷ്ടം. കാരണം മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വേണ്ടി അവർ ചെയ്യുന്നുണ്ട്, പക്ഷേ സ്വന്തം നിലനിൽപ്പാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ പൈസ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അതും വേണം. അപ്പോൾ ഇപ്പം സിദ്ദീഖിനെ കുറിച്ചുള്ള വാർത്തകളോ അല്ലെങ്കിൽ മുകേഷിനെ കുറിച്ചുള്ള വാർത്തകളോ രഞ്ജിത്തിനെ കുറിച്ചുള്ള വാർത്തകളോ ജയസൂര്യനെ കുറിച്ചുള്ള വാർത്തകളോ ഒന്നുമില്ല. അതായത് പ്രതികരിക്കേണ്ടവരൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞു. മോഹൻലാൽ വന്ന് പ്രതികരിച്ചു, അല്ലെങ്കിൽ മോഹൻലാൽ ഒളിച്ചോടി. മോഹൻലാൽ എന്താണ് പ്രതികരിക്കാത്തത്, എന്തായിരിക്കും മോഹൻലാലിൻ്റെ പ്രതികരണം, മോഹൻലാലിൻ്റെ പ്രതികരണം അല്പസമയത്തിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ മമ്മൂട്ടിയിലേക്കായി. മമ്മൂട്ടിയാണെങ്കിലും ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിട്ട് പ്രതികരണം നടത്തി. അതോടുകൂടി അതും അടഞ്ഞു. പിന്നെ ഇവർ മുകേഷ് കുമാർ എന്ന് എവിടെ നിന്നാണ് വരുന്നത്, മുകേഷ് MLAയുടെ BMW കാറിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു റിപ്പോർട്ടർ ചാനലുകാർ. സുജയ പാർവതിയൊക്കെ കാരണം കാറി പൊളിക്കുന്നുണ്ട്. അനുവദനീയമായ സ്പീഡിൽ കൂടുതൽ നമ്മുടെ മാധ്യമപ്രവർത്തകർ വണ്ടി ഓടിക്കില്ല, അത് BMW ആണ് പോകുന്നത്, നമ്മൾ ക്യാമറ സൂം ചെയ്താണ് പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത കുറേ വാർത്തകൾ തോന്നുമ്പടി ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് മറ്റേ അൻവർ MLAൻ്റെ കേസ് വന്നത്. പിന്നെ അതിനകത്തേക്ക് മാറി. പിന്നെ മുകേഷ് എവിടെ പോകുന്നെന്നോ സിദ്ദിഖ് എവിടെ പോകുന്നെന്നോ അല്ലെങ്കിൽ ഇടവേള ബാബു എവിടെ പോകുന്നെന്നോ ആർക്കും ഒന്നും അറിയണ്ട, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇനിയിപ്പം MLAൻ്റെ കേസൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോഴത്തേനും അടുത്ത് മുകേഷ് അവിടെ പോയി, അല്ലെങ്കിൽ സുരേഷ് ഗോപി ചായ കുടിക്കാൻ പോയി, സിദ്ദിഖ് അപ്പുറത്ത് വേറെ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ഇനി വാർത്തകൾ വരും. പക്ഷെ അത് കാണാൻ നമുക്കിഷ്ടമാണ് കേട്ടോ, അതാണ് വേറൊരു കാര്യം. അതൊക്കെ ഇട്ടാലേ കാണാൻ ആൾക്കാരുള്ളൂ, അത് വേറൊരു സത്യം. എന്താണെങ്കിലും കൊള്ളാം. ഇതാണ് നമ്മുടെ നാടും, ഇതാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരും, ഇതാണ് നമ്മുടെ നാട് എന്ന് പറയുന്നതാണ് ശരി. ഓരോ കേസ് കഴിയുമ്പോൾ അടുത്തടുത്ത കേസുകൾ എന്തായാലും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇനി പോലീസ് സ്റ്റേഷനിലൊക്കെ എന്ത് ധൈര്യത്തിൽ പോകുന്നു എനിക്കറിയില്ല. ഇതിൻ്റെ ഏറ്റവും ഉന്നതത്തിലിരിക്കുന്ന ആൾക്കാർ വരെ ഇത്തരത്തിലുള്ള പരിപാടികളാണ് കാണിക്കുന്നത്. എന്നിട്ടും ആ ADGPനെ മാറ്റി നിർത്താൻ നമ്മുടെ മുഖ്യമന്ത്രി കാണിക്കാത്തൊരു നിലപാടുണ്ട്. കൊള്ളാം. എന്തായാലും DGP പറഞ്ഞു, ADGPനേക്കാളും മുകളിലുള്ള DGP അയാൾ ഒരാളും പിന്നെ ADGPക്ക് താഴെയുള്ള 4 ആൾക്കാരുമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ ADGPനെ അവിടെ ഇരുത്തിക്കൊണ്ട് എന്ത് ഒലക്കയിലെ കേസ് അന്വേഷണം എന്ന് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ മാറ്റി നിർത്തി കേസ് അന്വേഷിപ്പിക്കുകയാണെങ്കിൽ പിന്നെയുണ്ട്. എന്താണെങ്കിലും വളരെ സിസ്റ്റമാറ്റിക് ആണ്. കൊള്ളാം.